ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന റെഡ് ഫോർട്ടിലാണ് വന്നിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ നിർമ്മിച്ച ഈ ചെങ്കോട്ട അന്നത്തെ രാജാക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടി പണിതായിരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയും അതിനുശേഷമാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ഷാജഹാൻ പണിത ഓരോ കെട്ടിടങ്ങളും. താജ്മഹലായാലും കുത്തബ് മിനാറായാലും ഇപ്പോൾ റെഡ് ഫോർട്ടായാലും വളരെ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ റെഡ് ഫോർട്ട് കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോൾ വന്നാലും ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഫുള്ള് കണ്ടു തീർക്കാനും പറ്റത്തുമില്ല. അതുപോലെ തന്നെ അവർ അലോഡുമല്ല. ഒരു 5 മണിയോ 4 മണിയോ എങ്ങാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മ്യൂസിയം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ഇത് കാണാൻ വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കഴിവതും നേരത്തെ വരാൻ നോക്കുക. കാരണം ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വട്ടം ഏതായാലും വന്നപ്പോൾ എനിക്ക് വേറെ കുറേ കാഴ്ചകൾ കിട്ടി. അതായത് എന്തോ ഒരു ഫെസ്റ്റ് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് ഉത്സവത്തിനൊക്കെ പോകുമ്പം കാണുന്ന പോലത്തെ കുറേ റൈഡുകളും, പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ആ റിങ് പോലത്തെ സാധനം എറിയുമ്പോൾ നമുക്ക് സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ ശരിക്കും ഇതൊക്കെ ഞാൻ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഞാനതൊന്ന് ട്രൈ ചെയ്തു. എനിക്കൊരു സോപ്പ് കിട്ടി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണത്തില്ലേ, അതൊരു ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ കുറേ പിള്ളേർക്ക് കളിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10 രൂപ കച്ചവടങ്ങൾ, 20 രൂപ കച്ചവടങ്ങൾ, എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ ആദ്യം റെഡ് ഫോർട്ട് കാണാൻ കയറുന്നതിൻ്റെ മുമ്പേ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ചു. ഈ കാണുന്ന മൊത്തം 20 രൂപ കച്ചവടമാണ്. ഇതെന്ത് സാധനം എടുത്താലും 20 രൂപയേ ഉള്ളൂ. ഒരു ചെറിയ സെറ്റപ്പിലാണെങ്കിൽ പോലും കുറേ റൈഡുകളുണ്ട്. പിന്നെ ഇത് നമ്മൾ തോക്കുകൊണ്ട് ആ ബലൂൺ പൊട്ടിക്കുമ്പോൾ എന്തോ പ്രൈസ് കിട്ടും. ഞാൻ ട്രൈ ചെയ്തില്ല, പണ്ടേ എനിക്ക് ഉന്നം തെറ്റാറുണ്ട്. പിന്നെ ഈ കാണുന്നത് ഭട്ടൂരയാണ്, ഡൽഹിയിലെ ഫേമസ് ചോലെ ഭട്ടൂര. അതില്ലാത്തൊരു ഡൽഹി പരിപാടി ഡൽഹിക്ക് അറിയില്ല. കുറേ റൈഡുണ്ട് കേട്ടോ, കുറേ. പക്ഷേ എല്ലാത്തിനും പേയ്മെൻ്റ് ഉണ്ട് കയറാനായിട്ട്. പിള്ളേരെയും കൊണ്ട് വരുവാണെങ്കിൽ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ വലിയവരായതുകൊണ്ട് ഇത് നമ്മളെയൊന്നും കയറ്റില്ല. കുറേ ഉണ്ട്. അവരെന്താ പറയുക, ഒരു ചെറിയ സെറ്റപ്പിലാണെങ്കിൽ പോലും ബോട്ടിങ്ങും വെള്ളം ഇങ്ങനെ അവർ കെട്ടി വെച്ചിട്ട് ബോട്ടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പക്ഷേ റെഡി ആകുന്നതേ ഉള്ളൂ. അവർ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനിയിപ്പം നമുക്ക് ഏതായാലും റെഡ് ഫോർട്ട് ഒന്ന് കാണാം. ഈ കാണുന്നതാണ് റെഡ് ഫോർട്ടിൻ്റെ മുൻഭാഗം. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ കൂടുതലും വ്യൂ കിട്ടാനായിട്ട് ഈ ഏരിയയിലാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാറ്. ഇപ്പം നമുക്ക് ഇതിനകത്തൂടെ കയറണമെങ്കിൽ എൻട്രി പാസ് ടിക്കറ്റ് ഉണ്ട്. 2 തരത്തിൽ ടിക്കറ്റാണ്. ഒന്ന് മ്യൂസിയം കാണാൻ പറ്റുന്നതിന് എക്സ്ട്രാ ചാർജ്, അല്ലാതെ മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ട് വേറെ ചാർജാണ്. നമുക്കപ്പം ക്യൂ നിന്ന് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. അതിനെക്കാട്ടും നല്ലത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാർകോഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ സാധിക്കും. ഈ കാണുന്നതാണ് ബാർകോഡ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇന്ന് ഭയങ്കര തിരക്കാണ്. ഇന്ന് സൺഡേ അല്ല, എന്നിട്ട് പോലും നല്ല തിരക്കുണ്ട്. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡ് ഫോർട്ട് എൻട്രി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സൈഡിൽ കാണുന്ന പച്ചപ്പ് കാണുന്ന സ്ഥലത്ത് പണ്ട് വെള്ളമായിരുന്നെന്നാണ് കേട്ടത്. ഇപ്പം വെള്ളമൊന്നുമില്ല. പക്ഷെ മഴക്കാലം വരുമ്പോഴത്തേക്കിന് ഇതെല്ലാം നിറയും. അതുപോലെ ഈ എൻട്രി കയറുന്ന 2 സൈഡിലുമായിട്ട് കുറേ 2 ബീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് അതിൻ്റെയൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലോസ് ആക്കി അവർ. നല്ല രസമായി. ഇതിനകത്തിലൂടെ കയറി കഴിഞ്ഞിട്ട് ചെല്ലുന്നത് തന്നെ ഒരു ഓപ്പൺ ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ജനുവരി 26-ന് പ്രൈം മിനിസ്റ്ററൊക്കെ ഇവിടെ വന്നിട്ടാണ് നമുക്ക് പതാക ഉയർത്തുന്നതും പരേഡും എല്ലാം ഉള്ളത്.
ഇങ്ങനെ തിരക്കൂടെ കണ്ടിട്ടില്ല. ഞാൻ എത്ര 2-3 വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നല്ല തിരക്കുണ്ടല്ലേ, സാധനങ്ങൾ ശരിക്കും കാണാൻ പോലും പറ്റുന്നില്ല. ഇതിവിടുത്തെ പീഡിയകളെന്ന് പറയും. നമ്മൾ പണ്ടത്തെ കാലത്ത് പീഡിയ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ പീഡിയകളാണ് ഇത് 32ഓളം പീഡിയകളുണ്ട് മേളിലും താഴെയായിട്ട്. പണ്ടത്തെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കടകളൊക്കെ ഓപ്പൺ ആക്കിയത്. ഇവിടെയൊക്കെ നല്ല റേറ്റാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ സരോജിനിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഇതാണ് മേലോട്ട് നോക്കിക്കേ, മേൽഭാഗത്ത് കണ്ടോ, അതും കടകളായിരുന്നു. ടോട്ടല് മേളിലും താഴെയായിട്ട് 32 കടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ മേളിൽ കടകളൊന്നുമില്ല, ഇപ്പൊ താഴെ മാത്രം കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷെ റേറ്റ് ആണ്, ഭയങ്കര റേറ്റ് ആണ് സാധനങ്ങൾക്കൊക്കെ. ഇവിടെയും ബാർഗനിങ് ഒക്കെ നടക്കും. ബാർഗൻ ചെയ്താൽ കുറച്ചൊക്കെ കിട്ടും, എന്നാലും ബാക്കി നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അത്രയും ഒന്നും അവർ കുറയ്ക്കത്തില്ല. പിന്നെ പ്രോഡക്റ്റ് ഇച്ചിരി കൂടെ മെച്ചമാണ് ബാക്കിയുള്ളവർക്കൊക്കെ മാർക്കറ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ. അവിടെ തൊപ്പി ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയായിരുന്നു. നല്ല ഭംഗിയുണ്ട് എല്ലാം, പക്ഷേ ഇതൊക്കെ വേഗം പോകുമെന്ന് തോന്നുന്നു, അത്ര കട്ടിയൊന്നും തോന്നുന്നില്ല. ഞാനതിൽ കുറേ തൊപ്പിയൊക്കെ വെച്ച് നോക്കി, പക്ഷെ അവർ ഭയങ്കര റേറ്റാണ് പറയുന്നത്. പിന്നെ നമുക്കിതൊന്നും വെച്ചിട്ട് ഒന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു രസത്തിന് വെച്ച് നോക്കിയത് മാത്രമേ ഉള്ളൂ. മ്യൂസിയം ഫുൾ ഈ റെഡ് ഫോർട്ട് എന്ന പേര് പോലെ തന്നെ എല്ലാം റെഡ് കളറിൽ തന്നെ ഇതിന്റെ വർക്ക് മൊത്തം. ചെങ്കല്ലല്ലേ, ചെങ്കല്ല് റെഡ് കളറല്ലേ. എന്നാ പറഞ്ഞേ, ഇല്ല എന്ത് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഫോർട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകുന്ന സ്ഥലമായിരുന്നു. അത് 80s തന്നെ അത് ബന്ദ് ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ആദ്യത്തെ മ്യൂസിയം കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതിനകത്ത് ചെന്നപ്പോൾ അവർ അടയ്ക്കാൻ പോവുക. അപ്പം വേഗം ഓടിച്ചിട്ടൊന്ന് കണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള മ്യൂസിയം എല്ലാം അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനകത്തിൽ പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ച കുറേ പീരങ്കികളും പിന്നെ തറവുകാരെ കെട്ടിയിട്ടിരുന്ന ചെയിനും അതും ഇതുമൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷെ മൊത്തം കാണാൻ സെക്യൂരിറ്റി അനുവദിച്ചില്ല. പിന്നെ ഞങ്ങൾ ഓടിച്ചു വിട്ട് കുറച്ച് ഒന്ന് കണ്ടു. നമ്മുടെ ഓഫീസും അങ്ങനെ താമസിക്കുന്നൊക്കെ ഇവിടെ. ഇത് ഭംഗിയായിട്ടിട്ടുണ്ട് അല്ലേ. കിണർ പോലത്തെ ഒരു സാധനം, സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞിട്ട്. ഇതിന് 14 മീറ്റർ ഡീപ്പിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ടാങ്ക് കൊടുത്തേക്കുന്നുണ്ടോ. 6.1 മീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്തും ഇതുമെല്ലാം.
ഫുള്ള് പച്ചപ്പാണ്, മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹോട്ടലുകളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. ഈ കാട്ടുന്ന കെട്ടിടമൊക്കെ അന്ന് രാജാക്കന്മാരൊക്കെ കൂടി ഒന്ന് വർത്തമാനം പറയാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. അത് ഈ പ്രഭുമാരൊക്കെ വരുമ്പോൾ അവരൊക്കെ ചുമ്മാ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഈ രാജാക്കന്മാരുടെ ഭാര്യമാർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറേ ഇതുപോലെ കെട്ടിടങ്ങൾ പണിതിട്ടിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ പേരാണ് ഷാ ബുർജ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 നില കെട്ടിടമായിരുന്നു. പക്ഷേ അത് 1857 തന്നെ കേടുപാട് വന്ന് ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോർ നശിച്ചു പോയി. അത് ശരിക്കും ഷാജഹാൻ്റെ കാലത്ത് രഹസ്യ ഡിസ്കഷനും കൂട്ടായ്മയൊക്കെ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു അത്. ഈ കാണുന്ന സ്ഥലത്തിരുന്നാണ് രാജാവ് ആളുകളോട് സംസാരിക്കുകയും പ്രജകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് രാജാവ് പ്രജകളെ കാണുന്നതും മറ്റു കാര്യങ്ങളും സംസാരിക്കുന്നതും അങ്ങനെയുള്ള സ്ഥലമാണിത്. ആ കാണുന്ന ഇരിപ്പിടത്തിലാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്ന രാജാവ്. ഇതിനകത്ത് തന്നെ നമുക്ക് പള്ളി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജാക്കന്മാരും അവരുടെ ഫാമിലിയൊക്കെ താമസിക്കുന്ന റൂമുകൾ, പിന്നെ ഇവർക്ക് വന്ന് കൂടിയിരിക്കാനായിട്ടായാലും ശരി, അങ്ങനെ കുറേ കെട്ടിടങ്ങളുണ്ട്. ഓരോരോ കെട്ടിടങ്ങളും അതിൻ്റേതായ ഓരോരോ യൂസിനായിട്ട് വേണ്ടിയിട്ട് അന്ന് പണിതിട്ടിരുന്നതാണ്. അങ്ങനെ കുറേ പല രീതിയിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാം. പിന്നെ താജ്മഹൽ പണിതേക്കുന്ന അതേപോലെ തന്നെ മാർബിളും ഒക്കെ ഉപയോഗിച്ചും ഇവിടെ കുറേ കെട്ടിടങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫുഡ്, വെള്ളം, അങ്ങനെയുള്ള ബാത്റൂം യൂസ് ചെയ്യാനെല്ലാം സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. രാത്രി ആകുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗി കാണാം. അപ്പം ലൈറ്റും എല്ലാം ഇട്ട് കഴിയുമ്പം ഈ ചുമന്ന നിറം കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് നമുക്ക് കാണാൻ. അപ്പം ഏകദേശം സന്ധ്യയോടുകൂടി ഇറങ്ങുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് വൈകിട്ടത്തെ ലൈറ്റിട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റെഡ് ഫോർട്ടിന് പുറത്തെത്തി. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഏകദേശം ഈ സമയത്ത് ഇറങ്ങുന്ന രീതിയിലുള്ള സമയം നോക്കി വന്നാൽ നമുക്ക് ലൈറ്റും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ രാവിലെ കണ്ട റൈഡൊക്കെയാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.